الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച പവിത്രമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ പരിപാവനമായ സ്വർഗീയ സുവനത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ നാഥൻ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മെയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയ ഒരു വിഷയം, മനുഷ്യന് സ്വാർത്ഥനാകാൻ കഴിയില്ല. പ്രത്യേകിച്ച് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാർത്ഥനാകാൻ കഴിയില്ല എന്നതാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിൽ അവൻ സ്വാർത്ഥനായിരിക്കണം, സ്വാർത്ഥതയുള്ളവനായിരിക്കണം. ഏത് കാര്യത്തിലാണ് അവന് സ്വാർത്ഥത വേണ്ടത്? ദുനിയാവിന്റെ വിഷയത്തിൽ അല്ല, പരലോകത്തിന്റെ വിഷയത്തിൽ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിൻ ആരായിരിക്കണം? സ്വാർത്ഥനായിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിന്റെ കാര്യമായിരിക്കണം മുൻപന്തിയിൽ. ആഖിറവുമായി ബന്ധപ്പെടുന്ന ഏതൊരു വിഷയത്തിലും മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വാർത്ഥനായിരിക്കണം എന്നതാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്, മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, വിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, ഫസ്തബിഖുൽ ഖൈറാത്ത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ നന്മയിൽ മത്സരിച്ചു മുന്നേറണം. ഞാൻ വിജയിക്കണം, അങ്ങനെയാണല്ലോ മത്സരിച്ച് മുന്നേറുക എന്ന് പറഞ്ഞിരുന്നതിന്റെ താല്പര്യം എന്താ? ഞാൻ ജയിക്കണം, ഞാൻ ജയിക്കണം എന്ന നിലയിൽ തന്നെയാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയാകുന്ന വിഷയങ്ങളിൽ നിങ്ങൾ മത്സരിച്ച് മുന്നേറണമെന്ന് വിശുദ്ധ ഖുർആൻ ശരീഫ് പഠിപ്പിക്കുന്നു. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്? പരലോകത്തിന്റെ വിഷയത്തിൽ നാം സ്വാർത്ഥരായിരിക്കണം എന്നുള്ളതാണ്. പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മേക്കാൾ കൂടുതൽ നന്മകൾ ചെയ്ത ആളുകളെ കാണുന്ന സമയത്ത് ഒരു ദുഃഖം നമുക്കുണ്ടാകും.
അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാര് പറയുന്നത്, ഇദാ അൻത ലം തർഹൽ ബിസാദിൻ മിനത്തുഖാ വഅബ്സർത ബഅദൽ മൗതി മൻ ഖദ് തസവ്വദാ. ഇദാ ലം തർഹൽ, ഇദാ അൻത ലം തർഹൽ ബിസാദിൻ മിനത്തുഖാ, തഖ്വയാൽ ഒരുപാട് നിനക്ക് സമ്പാദ്യമില്ലാതെയാണ് ദുനിയാവിൽ നിന്നും നീ യാത്ര തിരിക്കുന്നത് എങ്കിൽ, ദുനിയാവിൽ പരലോകത്തിന് വേണ്ടി പ്രയത്നിച്ച ആളുകളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിനക്ക് കാണാൻ കഴിയും. ആ സമയത്ത് അവനെ പോലെ നിനക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ നിനക്ക് വല്ലാത്ത ദുഃഖമായിരിക്കും, തിരിച്ചു പോകാനും പറ്റൂല. ندمت على ألا تكون كمثله وأنك لم ترصد كما كان أرصدا. ദുനിയാവിൽ കിട്ടിയതായ അവസരങ്ങളൊക്കെ അവൻ മുതലാക്കിയതിന്റെ പേരിൽ അവനക്ക് കിട്ടിയ നേട്ടങ്ങൾ കാണുമ്പോൾ നിനക്ക് വല്ലാത്ത ദുഃഖമായിരിക്കും, നെടും ഖേദമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് ഈ കാര്യം പ്രസക്തമാണ്. നാം വലിയ പ്രാധാന്യത്തോടുകൂടെയാണ് കാണുന്നത്. പരലോകത്തിന്റെ വിഷയം വരുമ്പോൾ നമ്മൾക്ക് വലിയ വിട്ടുവീഴ്ചയാണ്, അല്ലെ? ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി ഒരാൾ ഇങ്ങനെ ആവേശത്തോടു കൂടെ പോകുന്നുണ്ട് എങ്കിൽ അവൻ പൊയ്ക്കോട്ടെ, അങ്ങനെയാണ്. നമുക്ക് അതൊരു മാത്സര്യ ബുദ്ധി പരലോകത്തിന്റെ വിഷയത്തിൽ വരുന്നില്ലെന്നുള്ളതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൗ യഅലമിന്നാസു മാ ഫിന്നിദാഇ വസ്സഫിൽ അവ്വലി, ബാങ്ക് വിളിക്കുന്നതിന്റെ മഹത്വവും സഫിൽ ഒന്നാമത്തെ സഫിന്റെ മഹത്വവും ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലസ്തഹമ്മു, അവർക്കിടയിൽ എന്ത് ചെയ്യണേ? നറുക്കെടുപ്പ് നടത്തേണ്ടി വന്നേനെ. ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നറുക്കെടുപ്പ് നടത്തേണ്ടി വന്നേനെ. ബഹുമാനികളെ, പരലോകത്തിന്റെ വിഷയത്തിലാണ് ഇത്. ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിലോ, അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ഫുഡ് വിളമ്പുന്ന കാര്യമാണെങ്കിലോ, അതിനൊന്നും പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാനിത് നമ്മളെ ആക്ഷേപിച്ചു പറയുന്നതല്ല, പൊതുവെ മൊത്തത്തിൽ നമ്മൾ എല്ലാവരുടെയും സ്വഭാവത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഒന്നാമത്തെ സഫിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ലസ്തഹമ്മൂ, ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്നതിന് നിങ്ങൾ പരസ്പരം തർക്കത്തിലാകും. അവസാനം എവിടെ പരിഹരിക്കേണ്ടി വരും? പ്രസിഡന്റും സെക്രട്ടറിയും വന്നിട്ട് പറയും, നമുക്കിനി നറുക്കിടാം, ഒന്നാമത്തെ സഫിൽ ആരൊക്കെ ഇരിക്കണം എന്നുള്ളത് നറുക്കിടാം എന്നൊരവസ്ഥയിലേക്ക് എത്തുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നാൽ ഈ പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മുടെ താല്പര്യം എങ്ങനെയാണ്? പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ നോക്കുന്നത് എന്താ? പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കൂ. അവിടെയാ നമ്മൾ അധികവും പോയിരിക്കുക. ചിന്തിച്ചു നോക്ക്. അധിക പള്ളികളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഒന്നാമത്തെ സഫിന്റെ മഹത്വം നമുക്കറിയില്ല എന്നുള്ളതാണ്. അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം ഉണ്ടാകും എന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയുന്നത്, നിങ്ങൾ യുദ്ധം ചെയ്തേനെ, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്തേനെന്ന് പറയാണ്. അറിഞ്ഞിരുന്നുവെങ്കിൽ, അറിയാത്തത് വലിയ ഭാഗ്യം തന്നെയാണ്. ബഹുമാനികളെ, നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് പരലോകത്തിന്റെ വിഷയമാണ്. പരലോകത്തിന്റെ വിഷയത്തിൽ എന്താണെന്നറിയില്ല, നമുക്ക് വല്ലാത്ത വിട്ടുവീഴ്ച തന്നെയാണ്. ഒന്നാമത്തെ സഫിൽ ആരെങ്കിലൊക്കെ ഇരുന്നോട്ടെ, അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അങ്ങനെ കൊടുക്കാണ്. സ്വാർത്ഥത നമുക്കില്ല. ഏത് വിഷയത്തില്? പരലോകത്തിന്റെ വിഷയത്തില് സ്വാർത്ഥത ഉണ്ട്. ഏത് വിഷയത്തില്? ദുനിയാവിന്റെ വിഷയത്തില്. പരലോകത്തിന്റെ വിഷയത്തിൽ സ്വാർത്ഥത പാടില്ല. പരലോകത്തിന്റെ വിഷയത്തിൽ സ്വാർത്ഥത അനുവദിച്ചു തന്ന കാര്യമാണ്. ഒന്നാമത്തെ സഫിന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ പരലോകത്തിന്റെ കാര്യത്തിൽ സ്വഹാബികളുടെ ഇടയിലുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു? ഫസ്തബിഖുൽ ഖൈറാത്ത്, മത്സരിച്ച് മുന്നേറുക എന്ന് പറഞ്ഞ ഖുർആൻ ഷരീഫിന്റെ അധ്യാപനത്തിനോട് അന്വർത്ഥമാക്കുന്ന രീതിയിലല്ലായിരുന്നോ അവരുടെ ഇടപാട്? അവരുടെ സമീപനം അങ്ങനെയല്ലായിരുന്നോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബാ തസദ്ദഖൂ, സഹാബത്തെ നിങ്ങൾ സദഖ കൊടുക്കണം, ബൈത്തുൽ മാലിലേക്ക് വളരെ അത്യാവശ്യമായി നിങ്ങൾ സദഖ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഹദീസ് ഉദ്ധരിക്കുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്.
ഫവാഫഖ ഇൻദീ മാലാ. നബി തങ്ങൾ അത് പറയുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. ആര് പറയണു? ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. എന്താ കാരണം എന്നറിയോ? ഫവാഫഖ ഇൻദീ മാലാ. ആ സമയത്ത് എന്റെ അടുത്ത് കുറച്ച് സമ്പത്ത് വന്നിരുന്നു. എന്റെ അടുത്ത് പൈസ ഉള്ള സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. സന്തോഷത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണ്? എപ്പ സദഖ ചെയ്യണമെന്ന് പറയുമ്പോഴും ആരാണ് മുൻപന്തിയിൽ വരുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മുൻപന്തിയിൽ വരുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് പൈസ ഉള്ള സമയത്താണ് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. പെട്ടെന്ന് തന്നെ സമ്പത്തുമായിട്ട്, വലിയ ഒരു സമ്പത്തുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. തങ്ങൾ ചോദിച്ചു, മാ അബ്ഖൈത യാ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താ ബാക്കി വെച്ചേക്കുന്നത്? ഉമർ റളിയല്ലാഹു തആല മിസ്ലഹു, ഈ കൊണ്ടുവന്നേക്കുന്ന അതുപോലെ തന്നെ ഞാൻ കുടുംബത്തിനും മാറ്റി വെച്ചിട്ടുണ്ട് നബിയെ എന്ന് പറയുകയാണ്. ആ സമയത്ത് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ, കുറച്ച് സമ്പത്ത് മാത്രമേ ഉള്ളൂ. ഉമർ റളിയല്ലാഹുവിന് സന്തോഷമായി. ഈ സമയത്ത് ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിജയിച്ചിരിക്കുന്നു. നോക്കൂ ബഹുമാനികളെ, പരലോകത്തിന്റെ വിഷയത്തിലുള്ള അവരുടെ ആവേശം കണ്ടോ? ഉമർ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുകയാണ്, ഇപ്രാവശ്യം ഞാൻ വിജയിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, മാ അബ്ഖൈത ലി അഹ്ലിക, നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താണ് നീ ബാക്കി വെച്ചേക്കുന്നത്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബ്ഖൈതു ലഹും അല്ലാഹ വറസൂലഹു. നബിയെ, എന്റെ വീട്ടിൽ ഇനി ഒന്നുമില്ല, ഉള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരല്പം ഉണ്ടായിരുന്നുള്ളൂ, അത് മുഴുവനും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയുമാണ് എന്റെ വീടിന് വേണ്ടി ഞാൻ ബാക്കി വെച്ചേക്കുന്നതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു കീഴടങ്ങുകയാണ്. എന്താ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞേ? ലാ അസ്ബഖുഹു ഇലാ ഷൈഇൻ അബദാ. ഈ മനുഷ്യനെ ഒരിക്കലും ഒരു വിഷയത്തിലും പരാജയപ്പെടുത്താൻ കഴിയില്ല. നന്മയുടെ വിഷയത്തിൽ പരാജയപ്പെടുത്താൻ അന്ന് ആർക്കും കഴിഞ്ഞിട്ടില്ല. ആരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ. ബഹുമാനികളെ, സ്വാർത്ഥരായിരിക്കണം. മറ്റുള്ളവരെക്കാൾ നമ്മൾ മുൻപന്തിയിലാകണം. തഹജ്ജുദ് നിസ്കാരത്തിനാണെങ്കിലും മറ്റുള്ളവർ എഴുന്നേൽക്കുന്നത് നേരത്തെ എഴുന്നേൽക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. മാത്സര്യ ബുദ്ധി എന്തുകൊണ്ട് നന്മയുടെ വിഷയത്തിൽ നമുക്കിത് ഇല്ല? അസൂയ നമുക്ക് അനുവദിച്ചേക്കുന്നത് ഏത് കാര്യത്തിലാണ്? ലാ ഹസദ ഇല്ലാ ഫി ഇത്നൈൻ. രണ്ട് കാര്യത്തിൽ നിങ്ങൾക്ക് അസൂയ വെക്കാമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ മാത്രമേ നമുക്ക് അസൂയ ഇല്ലാത്തതുള്ളൂ, ബാക്കി എല്ലാത്തിനും അസൂയ ഉണ്ട്. അതാ രസകരമായ കാര്യം. ഏതൊക്കെ കാര്യത്തിൽ അസൂയ വെക്കാമെന്ന് അനുവദിച്ചേക്കുന്നത്? ഒരു മനുഷ്യൻ ഖുർആൻ ശരീഫ് ദീർഘമായി അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, ആ മനുഷ്യനോട് അസൂയ. എന്തേ? അതിനേക്കാളും കൂടുതൽ ഓതാനും ഒരുപാട് നിസ്കരിക്കാനും ആ മനുഷ്യനോട് അസൂയ. മറ്റൊരു മനുഷ്യനോ സദഖ കൊടുക്കുന്നുണ്ട്, അവന്റെ ധനത്തിൽ നിന്നും ഇങ്ങനെ ധർമ്മം ചെയ്യാണ്, സദഖ കൊടുക്കാണ്, അവനോട് അസൂയ വെക്കുക. എന്നിട്ടോ അതിനേക്കാളും ഉപരി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ്. ഈ വിഷയത്തിൽ നമ്മൾ ഒരു ചലഞ്ച് ഏറ്റെടുക്കോ? ഇല്ല. ചലഞ്ച് ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ്. കാരണം കീശ കാലിയാകുമെന്ന് തോന്നുന്ന വിഷയത്തിലൊക്കെ പലപ്പോഴും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയാ ചെയ്യുന്നത്. സ്വാർത്ഥത നമുക്കില്ല. മറ്റുള്ളവർ ആ നന്മ എടുത്തോട്ടെ, മറ്റുള്ളവർ അത് കൊണ്ടുപോയിക്കോട്ടെ എന്ന രീതിയാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. ആലോചിച്ച് നോക്കൂ, പള്ളിയുടെ വിപുലീകരണവുമായിട്ട് ഇനി നമ്മുടെ അടുക്കലേക്ക് ഓരോരുത്തരായിട്ട് വരും. പള്ളിയുടെ വിപുലീകരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമല്ലേ പള്ളിയുടെ വിപുലീകരണം എന്നുള്ളത്. എപ്പോഴും പള്ളിയുടെ വിപുലീകരണം നടക്കോ? എപ്പോഴും നടക്കോ? വർഷത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒന്ന് നടക്കുക. ആ പള്ളിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവേശത്തോടുകൂടി എന്റെ സമ്പത്തിൽ നിന്നും ഇത്രയും ഭാഗം ഞാൻ കൊടുക്കും എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിപുലീകരണം വരുന്നുണ്ട്, പടച്ചവനെ ഇനി കമ്മിറ്റിക്കാരെ കൂടി വീട്ടിൽ കയറി ഇറങ്ങും എന്ന ചിന്താഗതിയാണ് എങ്കിൽ ബഹുമാനികളെ, സ്വാർത്ഥത പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് എത്തിയിട്ടില്ല എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരലോകത്തിന്റെ വിഷയത്തിൽ നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയേ ചെയ്യരുത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചെറിയ കുട്ടിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഉത്തിയ ബിശറാബ്, ഒരു പാനീയം കൊണ്ടുവന്നു. പാല് ഉൽപ്പന്നമുള്ള ഒരു പാനീയം കൊണ്ടുവന്നു. പായസം എന്തോ ആയിക്കോട്ടെ. പാനീയം കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്പം കുടിച്ചു. പതിവുണ്ട്, തങ്ങൾ കുടിച്ചാൽ
ബാക്കി അടുത്തിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് അതങ്ങനെ കൊടുക്കും. അത് പതിവുണ്ട്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചിട്ട് കൊടുക്കുമ്പോൾ ആദ്യം വലതുവശത്തേക്കാ കൊടുക്കുക. നോക്കുന്ന സമയത്തതാ അൻ യമീനിഹി ഗുലാം, വലതുവശത്തിരിക്കുന്നത് ചെറിയ കുട്ടിയാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. വലതുവശത്താണെങ്കിലോ അൻ ശിമാലിഹി ശുയൂഖുൻ, വലതുവശത്താണെങ്കിൽ പ്രായമായ കാരണവന്മാരായ സഹാബത്തൊക്കെ ഇടതുവശത്തുണ്ട്. ഇടതുവശത്താണ് അവരിയ്ക്കുന്നത്. വലതുവശത്താണെങ്കിലോ കുട്ടിയാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. ആ സമയത്ത് ആദ്യം കൊടുക്കേണ്ടത് വലതുവശത്താണ്. അപ്പൊ കുട്ടിയാണല്ലോ. കുട്ടിയോട് ചോദിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഇൻ അദിൻതലി, എനിക്ക് നീ അനുവാദം തരികയാണ് എങ്കിൽ അഅ്തൈതു ഹഉലാഇ, ഈ കാരണവന്മാർക്ക് ഞാൻ കൊടുക്കാം. കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം നോക്കണേ, ആ വിനയത്തിന്റെ സമീപനം നോക്കണേ. അവിടെ നമ്മൾ അതൊന്ന് പഠിക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയമാണല്ലോ നമുക്ക് ഇവിടെ പ്രാധാന്യമായിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ, നീ അനുവദിക്കുകയാണ് എങ്കിൽ ഈ പാനീയം, ഞാൻ കുടിച്ച ബാക്കിയുള്ള പാനീയം പ്രായമായ ആൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതെന്താ, ലാ ഊസിറു ബിനസീബി മിൻക അഹദാ, നബിയേ, അങ്ങയിൽ നിന്നും കിട്ടുന്ന എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. സ്വാർത്ഥത ഏത് വിഷയത്തിലാ ബഹുമാനികളേത്? ഇത് പരലോകത്തിന്റെ വിഷയത്തിലാണ്. നബി തങ്ങൾ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുകയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്, ലാ ഊസിറു ബിനസീബി മിൻക അഹദാ, നബിയെ, അങ്ങയിൽ നിന്നും കിട്ടേണ്ടതായ, അങ്ങയിൽ നിന്നും എനിക്ക് കിട്ടേണ്ടതായ നേട്ടം ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ല. പാനീയം വിട്ടുകൊടുത്ത ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? യർമൂക്ക് യുദ്ധത്തിൽ സ്വഹാബത്ത് വിട്ടുകൊടുത്തിട്ടുണ്ട്. മഹാനായ ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു തആല അൻഹു യർമൂക്ക് യുദ്ധത്തിൽ വെട്ടേറ്റ് കിടക്കുകയാണ്, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽമാ അൽമാ എന്ന് വിളിച്ചു ചോദിക്കുകയാണ്, ഒരൽപ്പം വെള്ളം തരൂ. സക്രാത്തിന്റെ ഹാലിലാണെന്ന് ഓർക്കണം. സക്രാത്തിന്റെ ഹാലിൽ ഒരു മനുഷ്യനിക്ക് വെള്ളം എത്രമാത്രം ആവശ്യം ഉണ്ടാകും? ആ സമയത്ത് മഹാനായ ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു തആല അൻഹു വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ ഒരു സഹാബി വെള്ളവുമായിട്ട് ചെല്ലുകയാണ്. വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് തൊട്ടടുത്ത് നിന്ന് ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു തആല അൻഹു അൽമാ അൽമാ വെള്ളം ചോദിക്കുന്നു. യർമൂക്ക് യുദ്ധത്തിന്റെ അവസ്ഥയാണ്. എന്താണ് ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു തആല അൻഹു ചെയ്തത്? തന്റെ ചുണ്ടിനോട് അടുപ്പിച്ച വെള്ളം പറഞ്ഞു തന്റെ സഹോദരന് കൊടുക്കൂ. ഇതൊരൽപ്പം വെള്ളം മാത്രമേ ഉള്ളൂ, ആ സഹോദരന് വെള്ളം ആവശ്യമുണ്ട്, അങ്ങോട്ട് കൊടുക്കൂ എന്ന്. മരണത്തിന്റെ സമയത്ത് വെള്ളം മാറ്റിവെച്ച സ്വഹാബത്ത് ചിന്തിച്ചു നോക്കൂ. ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ അബൂജഹലിന്റെ മകനാണെന്ന് ഓർക്കണം. ആര്? ഇക്രിമ റളിയല്ലാഹു അൻഹു. പറയാൻ മടി കാണിക്കരുത്, മഹാനായ സ്വഹാബിയാണ്. ഇക്രിമ റളിയല്ലാഹു തആല അൻഹു വെള്ളം ചോദിച്ചപ്പോ ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾ വെള്ളം ആ സ്വഹാബിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവിടുകയാണ്. ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ചുണ്ടോട് അടുപ്പിക്കുന്ന സമയത്താണ് മഹാനായ ഇയാഷ് ഇബ്നു അബീ റബീഅ റളിയല്ലാഹു തആല അൻഹു തൊട്ടടുത്ത് കിടന്ന് വെള്ളത്തിന് വേണ്ടി യാചിക്കുന്നത്. ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വെള്ളം അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാഷ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് ഇയാഷ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. വെള്ളം കുടിക്കാൻ പറ്റിയില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവരും വഫാത്തായി. മഹാനായ ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നപ്പോഴും അവരും വഫാത്തായി. മൂന്ന് പേരും വെള്ളം കുടിക്കാതെയാണ് ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത്. ചിന്തിച്ചു നോക്കൂ ബഹുമാനികളെ, യുദ്ധത്തിന്റെ അവസരത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് വെള്ളം മാറ്റിവെച്ച സ്വഹാബത്ത് ആഖിറത്തിന്റെ ഒരു വലിയ നേട്ടം കിട്ടുന്ന സന്ദർഭം ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതെന്താ? ലാ ഊസിറു ബിനസീബി മിൻക അഹദാ, നബിയെ, ഈ വെള്ളം ഞാൻ ആർക്കും കൊടുക്കുകയില്ല കേട്ടോ. കാരണം ഈ വെള്ളത്തിന് അത്രയും മഹത്വമുണ്ട് എന്ന്. പരലോകത്തിന്റെ ഏതൊരു വിഷയവും വരുമ്പോ അങ്ങനെയാണോ നമ്മുടെ സമീപനം? പരലോകത്തിന്റെ വിഷയങ്ങളിൽ നമുക്ക് അങ്ങനെയാണോ? സ്വാർത്ഥത നമുക്കുണ്ടോ? അതല്ല മറ്റുള്ളവർക്ക് നാം വിട്ടുകൊടുക്കുകയാണോ? അത് അവരെടുത്തോട്ടെ എന്ന നിലയിലാണോ? ആ ചിന്താഗതിയാണ് എങ്കിൽ ബഹുമാനികളെ, അത് അപകടകരമായ ചിന്താഗതിയാണ്. ദുനിയാവിന്റെ വിഷയത്തിലല്ല നമുക്ക് സ്വാർത്ഥത വേണ്ടത്, പിന്നെയോ പരലോകത്തിന്റെ വിഷയത്തിലാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുക എന്നുള്ളതാണ്.
ഒരാള് 2 റക്അത്താണ് നിസ്കരിക്കുന്നെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക. 4 റക്അത്ത് നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കരിക്കുന്ന ആള് തന്നെ സാവകാശം ദീർഘനേരം അല്ലാഹു തആലയെ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ആവേശത്തോടുകൂടെ നന്മയാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ അതിനേക്കാളും ആവേശത്തോടുകൂടെ തന്നെ ജമാഅത്ത് നിസ്കാരത്തിൽ നമ്മളും മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നന്മയിൽ മുന്നേറുക എന്നുള്ള വിഷയമാണ്. ബഹുമാനികളെ, സ്വാർത്ഥത പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അതാണ് സ്വഹാബത്തിന്റെ മുഴുവൻ ചരിത്രവും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പാല് കൊടുത്ത സമയത്തും പറഞ്ഞത് അതാണ്, നബിയെ ഇത് ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞത് ആ ഒരു ചിന്താഗതിയിൽ നിന്നുമാണ്. ഒരു വിഷയം നാം മനസ്സിലാക്കേണ്ടത്, പരലോകത്തും അങ്ങനെ തന്നെയാണ്. എന്തേ പരലോകത്തിന്റെ അവസ്ഥ? ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഈ ഇക്രിമ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, എന്താണെന്നറിയുമോ, പരലോകത്ത് ഒരു ഭാര്യയെ ഭർത്താവ് കണ്ടുമുട്ടും. ഭാര്യയെ കാണുന്ന സമയത്ത് ഭർത്താവ് ചോദിക്കും, പെണ്ണെ, ദുനിയാവിൽ വെച്ച് നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഒരുപാട് വെയിൽ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടതല്ലേ, കുടുംബത്തെ വിട്ടുകൊണ്ട് വിദേശത്തേക്ക് പോയി നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചതല്ലേ, ഒരുപാട് നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചതാണ്, പ്രയാസപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വിഷമഘട്ടത്തിൽ നിന്റെ നന്മയിൽ നിന്ന് ഒരൽപ്പം എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന സന്ദർഭം മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താ പറയുന്നത്? ഇന്നി അഖാഫു മാ തഖാഫു, നീ എന്താണോ ഭയക്കുന്നത്, നിങ്ങൾ എന്താണോ പേടിക്കുന്നത്, ആ പേടി തന്നെ എനിക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ മാറ്റിവിടുമെന്നാണ്. അവിടെ സ്വാർത്ഥതയാണ് പെണ്ണ് കാണിക്കുന്നത്. എന്റെ നന്മ എനിക്ക് മാത്രം, ഞാൻ ആർക്കും തരൂല എന്ന്. ബഹുമാനികളെ, പരലോകത്തിന്റെ എല്ലാ മേഖലയും അങ്ങനെ തന്നെയാണ്, സ്വാർത്ഥതയായിരിക്കും. ദുനിയാവിൽ നമുക്ക് സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ പരലോകത്ത് ചെന്നാൽ സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. അവിടെ അതേ രക്ഷയുള്ളൂ. പെണ്ണ് പറയുന്നത് എന്താ? ഞാൻ തരാനാണോ? തരൂലല്ലോ, ഇല്ല. ഇക്രിമ റളിയല്ലാഹു തആല പറയുന്നു, പിന്നെ അയാൾ പോകുന്നത് മകന്റെ അടുക്കലേക്കാണ്. മോനെ, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടടാ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഉറക്കം നിനക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, വെയിലും മഴയും ഗൗനിക്കാതെ നിനക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്, ഒരൽപ്പം നന്മയിൽ നിന്നും നീ എനിക്ക് തരണമെന്ന് പറയുമ്പോ മകനും പറയുന്ന വർത്തമാനം എന്താ? ഇന്നി അഖാഫു മാ തഖാഫു, ഉപ്പാ, നിങ്ങൾ പേടിക്കുന്ന ആ കാര്യം തന്നെ ഞാനും പേടിക്കുന്നുണ്ട്. ആരും നന്മ കൊടുക്കൂല, എല്ലാവരും സ്വാർത്ഥരായിരിക്കും. ആര് പറഞ്ഞതായത്? വിശുദ്ധ ഖുർആൻ ശരീഫ് പറഞ്ഞതാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. യൗമ യഫിറുൽ മർഉ, ഓരോ മനുഷ്യരും ഓടുന്ന ഒരു ദിവസമുണ്ട്. മിൻ അഖീഹി, തന്റെ സഹോദരനിൽ നിന്നും. സഹോദരൻ വന്ന് ചോദിക്കും, അല്ലയോ സഹോദര, ഞാൻ വലിയ പ്രയാസത്തിലാണല്ലോ, ദുനിയാവിൽ നീ എന്നെ ഒരുപാട് സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, എന്നെ നീ ഒന്ന് സഹായിക്കുമോ എന്ന് പറയുന്ന സാഹചര്യം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഉപ്പയിൽ നിന്നും കുട്ടിയിൽ നിന്നും സഹധർമ്മിണിയിൽ നിന്നും എല്ലാം മനുഷ്യൻ ഓടി അകലുന്ന ഒരു സാഹചര്യം വരാനുണ്ട്. സ്വാർത്ഥത കൊണ്ട് ഓടാണ്. എനിക്കുള്ള നന്മ അത് എന്റെ വിജയമായിരിക്കണം എന്ന സ്വാർത്ഥത കൊണ്ട് ഓടുന്ന ഒരു സാഹചര്യമുണ്ട് പരലോകത്ത് എന്ന് വിശുദ്ധ ഖുർആൻ ശരീഫ് തന്നെ നമുക്ക് പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, സ്വാർത്ഥതയുടെ ആ ലോകത്തിന് വേണ്ടിയുള്ള ദുനിയാവിൽ വെച്ചുള്ള നമ്മുടെ പരിശ്രമത്തിലും നമ്മൾ സ്വാർത്ഥന്മാരായിരിക്കണം. പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ സ്വാർത്ഥതയുള്ളവരായിരിക്കണം. എല്ലാ നന്മയും മറ്റുള്ളവരിലേക്കല്ല, അത് ഞാൻ ചെയ്യേണ്ടതാണ്. പള്ളിയുടെ പണിയുമായി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൽ എന്നെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് ഞാൻ ചെയ്യുക എന്നതാണ് നാം എടുക്കേണ്ട തീരുമാനം. അതല്ല പ്രസിഡന്റ് വരുമ്പോ മറ്റുള്ളവരെന്തൊക്കെയാ ചെയ്യണത്, അത് ചോദിക്കുക, എന്നിട്ട് അതിന് തത്തുല്യം. അങ്ങനെയല്ല ബഹുമാനികളെ ചെയ്യേണ്ടത്. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മളൊരു തീരുമാനം എടുക്കുക. മറ്റുള്ളവരിലേക്കല്ല നോക്കേണ്ടത്. നമ്മളതിൽ സ്വാർത്ഥരായിരിക്കണം, മുൻപന്തിയിലാകാൻ സ്വാർത്ഥരായിരിക്കണം. ഈ പള്ളിയുടെ വിപുലീകരണം ഞാനിപ്പോ സാഹചര്യം വെച്ച് പറഞ്ഞു ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതൊരു നന്മയിലും നമ്മൾ സ്വാർത്ഥരായിരിക്കണം. നമ്മൾ ഒന്നാമതാകാനാണ് പരിശ്രമിക്കേണ്ടത്. പരലോകത്തിന്റെ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണല്ലോ. ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് നമ്മൾ പോകൂലേ? നമ്മൾ ഭാര്യയും കുട്ടികളും മക്കളും എല്ലാവരും പോകും. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും എന്ന് പറയുമ്പോ ആദം നബി അലൈഹിസ്സലാം പറയുന്ന കാര്യം എന്താ? ഞാൻ പഴം കഴിച്ചതിന്റെ പേരിൽ ഇപ്പൊ ബേജാറിലാണ്.
സ്വാർത്ഥത. എന്റെ കാര്യമാണ് ഞാനിപ്പോ നോക്കുന്നത്. നഫ്സി നഫ്സി എന്നാ പറയാ. ഞാൻ എന്റെ കാര്യത്തിൽ പ്രയാസത്തിലാണെന്ന് ആദം നബി അലൈഹിസ്സലാം പറയും. അങ്ങനെ ഓരോ പ്രവാചകന്മാരും നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് സ്വാർത്ഥതയുടെ ലോകമാണ്, ഏത് പരലോകം എന്നുള്ളത്. മാത്രമല്ല, സൂറത്തുൽ അഅറാഫിൽ ഒരായത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാ. നരകാവകാശികളായ ആളുകൾ, നരകവാസികളായ ആളുകൾ സ്വർഗവാസികളായ ആളുകളെ വിളിച്ചു പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ ശരീഫ് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? നാദാ അസ്ഹാബുന്നാർ, നരകവാസികൾ വിളിച്ചു പറയുന്നതാണ്. അസ്ഹാബൽ ജന്നതി, സ്വർഗവാസികളെ വിളിച്ചുകൊണ്ട് പറയും, അൻ അഫീദു അലൈനാ മിനൽ മാ, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരുമോന്ന്. ഹദീസല്ല, സംഭവമല്ല, പിന്നെയോ വിശുദ്ധ ഖുർആനാണ്. നരകവാസികൾ ചോദിക്കുമെന്നാണ്, അൻ അഫീദു അലൈനാ മിനൽ മാ, കുറച്ച് വെള്ളം തരുമോ, അല്ലെങ്കിൽ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയേക്കുന്ന റിസ്ഖിൽ നിന്നും, ഭക്ഷണത്തിൽ നിന്നും, ഫലത്തിൽ നിന്നും എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. ബഹുമാനികളെ, ആരോട് ചോദിക്കുന്നു എന്നായി പറയണത്? ഇതിന്റെ വിശദീകരണം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നുണ്ട്. ഉപ്പ ചിലപ്പോൾ മകനോടായിരിക്കും ചോദിക്കുന്നത്, മകൻ ഉപ്പയോടായിരിക്കും ചോദിക്കുന്നത്, ഭാര്യ ഭർത്താവിനോടായിരിക്കും ചോദിക്കുന്നത്, ഭർത്താവ് ഭാര്യയോടായിരിക്കും ചോദിക്കുന്നത്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മയും കുടുംബത്തെയും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്നതി അൻ അഫീദു അലൈനാ മിനൽ മാ, ഒരൽപ്പം വെള്ളം ഞങ്ങൾക്ക് നിങ്ങൾ ഒരിച്ചതാ. ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയേക്കുന്ന എന്തെങ്കിലും സൗഭാഗ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് തരാൻ പറയുമ്പോ ഇവർ പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഖാലൂ ഇന്നല്ലാഹ ഹറബഹുമാ അലൽ കാഫിരീൻ, അല്ലാഹുവിന് നന്ദിയില്ലാതെ ജീവിച്ച ആളുകളുടെ മേൽ അല്ലാഹു തആല ഇതിനെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. തരാൻ നിർവാഹമില്ല, തരൂല, തരൂല, നന്മ നമുക്ക് തരൂല, സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങൾ ഒന്നും നമുക്ക് തരൂല. എന്തേ? അവിടത്തെ ലോകം എന്നുള്ളത് അത് സ്വാർത്ഥതയുടെ ലോകമായിട്ട് അല്ലാഹു തആല മാറ്റിക്കളയുന്നതാണ്. ദുനിയാവിൽ നാം ജീവിക്കുമ്പോ ചിന്തയോടുകൂടെയാണ് ഇരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. എങ്ങനെ? പരലോകത്ത് ചെല്ലുന്ന സമയത്ത്, നേരത്തെ ഞാൻ ആദ്യ സമയത്ത് പറഞ്ഞതുപോലെ, ഇദാ അൻത ലം തർഹൽ ബിസാദിൻ മിനത് തുഖാ, തഖ്വയാൽ നമുക്ക് സാധിക്കുന്നതെല്ലാം സമ്പാദിക്കാതെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ, നദിംത അലാ അല്ലാ തകൂന കമിസ്ലിഹി, നല്ല നന്മകൾ ചെയ്ത് വന്നതായ ആളുകളെ കാണുമ്പോൾ പരലോകത്ത് നമുക്ക് ദുഃഖിക്കേണ്ടി വരും. ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ ഏതെല്ലാം നന്മയായ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം നമ്മൾ സ്വാർത്ഥരായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിലോ നമ്മൾ നിസ്വാർത്ഥരായിരിക്കണം എന്നതുമാണ് ഹദീസ് പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്ക് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനിന്റെ വക്താക്കളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളതിൽ പ്രധാനമായിട്ടും ഒന്ന്, നമ്മുടെ പള്ളിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനസമാഹരണത്തിന് വേണ്ടി മഹല്ല് കമ്മിറ്റി ഓരോരുത്തരെയും സമീപിക്കുന്നതാണ്, വീടുകളിൽ വന്ന് സന്ദർശിക്കുന്നതാണ്. കഴിവിന്റെ പരമാവധി നമുക്ക് നമ്മുടെ മഹല്ല്, നമ്മുടെ ജമാഅത്തിൽ മറ്റുള്ള നാടുകളിലേക്ക് പോയി ഒരു പിരിവ് നടത്തിക്കൊണ്ട് നമ്മുടെ ഉള്ള പള്ളി, അത് ഒരു നേരായ കാര്യമല്ല, നല്ല ഒരു നടപടിയായ കാര്യമല്ല. നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത്, ഇപ്പൊ നമ്മൾ ചിന്തിക്കും, ഇപ്പൊ നിസ്കരിക്കാനൊക്കെ സൗകര്യം ഉണ്ടല്ലോ, പിന്നെന്തിനാ ഇപ്പൊ ഇതിനൊരു വിപുലീകരണം എന്നൊക്കെ. ബഹുമാനികളെ, നമ്മുടെയൊക്കെ വീടിന്റെ അവസ്ഥ എന്താണ്? പഴയ സാഹചര്യങ്ങളൊക്കെ മാറി പുതിയ രീതിയിലേക്ക് നമ്മുടെയൊക്കെ വീടുകളെ നമ്മളാക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭവനത്തിനോടുള്ളതായ നമ്മുടെ പിന്തിരിപ്പൻ സ്വഭാവം അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത് നല്ല രീതിയിലാകണം, ഇതിന് ഏറ്റവും നല്ല മനോഹരമായ രീതിയിലാകണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും വേണം. എല്ലാ രീതിയിലും സഹകരണ മനോഭാവം ഉണ്ടാകണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു തആല നല്ല രീതിയിൽ തന്നെ, എളുപ്പത്തിൽ തന്നെ നമ്മുടെ പള്ളിയുടെ വിപുലീകരണം നടത്താൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്നും വിട പറഞ്ഞ മഹല്ല് മുൻ സെക്രട്ടറി അബ്ദുൽ വഹാബ് സാഹിബിന് വേണ്ടി അനുസ്മരണാർത്ഥം പള്ളി നിസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഒരു പ്രത്യേക ദുആ ഉണ്ടാകും. അതിലെല്ലാവരും സഹകരിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി കറുപ്പം വീട്ടിൽ കുഞ്ഞ് മൊയ്തു പഴുവിൽ, പുതിയ വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് വാടാനപ്പള്ളി, വട്ടക്കാട്ടുപടി മൈദീൻ ഭാര്യ ഫാത്തിമ, ചുണ്ടൻ പറ്റ മർഹൂം കുഞ്ഞാലൻ ഹാജിയുടെ മകൻ മുസ്തഫ എന്നവർക്ക് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം ഇൻഷാ അല്ലാഹ് ദുആക്ക് ശേഷം ഉണ്ടാകും. എല്ലാവരും അതിൽ കൂടി പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അർഹമുറഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ എല്ലാ രീതിയിലും അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ മാപ്പാക്കി ആഖിബത്ത് നീ നന്നാക്കി തരണം തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുറഞ്ഞ ഈ ജീവിത കാലയളവിൽ നന്മകൾ ധാരാളം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവന് ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾ അലസത കൊണ്ട് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, വീണ്ടെടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മുത്തനബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. ഒരു ഉമ്മ മകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിരുന്നു. അല്ലാഹുവേ, ആ മകളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആരെല്ലാമാണെന്ന് ഏതെല്ലാം രീതിയിലാണെന്നും നീ അറിയുന്നവനാണ്. എല്ലാവർക്കും നീ സമാധാനം നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, മരണം വരെ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരുടെയും ജോലികളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, പള്ളിയുടെ വിപുലീകരണമായിട്ട് ഇറങ്ങുകയാണ് അല്ലാഹു, നിന്റെ ഭവനത്തിന് കാര്യത്തിന് വേണ്ടിയാണ്. അതെല്ലാം എല്ലാ രീതിയിലും നീ വിജയിപ്പിച്ചു തരണം തമ്പുരാനെ. നീ സഹായിക്കണം റഹ്മാനെ. പടച്ചവൻ, മരണപ്പെട്ടു പോയ വഹാബിക്ക് നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ മെഹബിൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടി മരണപ്പെട്ടിരുന്നു. ഇന്ന് 40 ദിവസം പൂർത്തിയാവുകയാണ്. അല്ലാഹു, ആ പൊന്നുമോനെ നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. മർഹമത്ത് നൽകണം റഹ്മാനെ. ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം തമ്പുരാനെ. പടച്ചവൻ, ഞങ്ങളുടെ പൊന്നോമന മക്കളെ നീ കാക്കണം റഹ്മാനെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, ദുനിയാവിന്റെ കടിവലകളിൽ നിന്നും, ശൈത്താന്റെ കടിവലകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണം റഹ്മാനെ. റബ്ബന ർഹംഹും കമാ റബ്ബൗനാ സിഗാറ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.